ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു നൂതനമായ, അതായത് എമേർജിംഗ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്ന ഒരു അണുബാധയാണ്. പണ്ടൊക്കെ അമീബകൾ നമ്മളെ മനുഷ്യനെ സാധാരണഗതിയിൽ നമ്മളെ മനുഷ്യനെ അഫക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ വളരെ 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 മോശമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയിൽ ICUവിൽ കഴിയുന്ന ഏറ്റവും മോർബിഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ കഴിയുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ ഇങ്ങനത്തെ ജേംസ് എഫക്ട് ചെയ്യൂ. ഈ അമീബകളുടെ പെരുമാറ്റവും അതിന്റെ ലൈഫ് സൈക്കിളും എല്ലാം സാധാരണഗതിയിൽ നമ്മൾ വെൽ റിസർച്ച്ഡ് അല്ല ഹ്യൂമൻ ഇൻഫെക്ഷന്റെ കാര്യത്തിൽ. അപ്പൊ ഇതിപ്പോ പുതിയതായിട്ട് ഇൻഫെക്ഷൻസ് കണ്ടു, അതിനകത്ത് ഇങ്ങനെ ഒരു അണുവാണ് ബ്രെയിനിന്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡിനെ ഐസൊലേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റഡി കൂടുതൽ ഇവോൾവ് ചെയ്ത് വരികയാണ്. ഇപ്പോഴും നമുക്ക് കണ്ടെത്തിയിട്ടുള്ള ചില ഫാക്ട്സ് ഇതൊക്കെയാണ്. ഇത് ജീവിക്കുന്നത് ഈ കുളങ്ങളിലും അതുപോലെ അതിന്റെ സിൽട്ട് എന്ന ഏറ്റവും അടിയിലുള്ള ഏറ്റവും സൂപ്പർ ഫൈൻ കലക്കുണ്ടല്ലോ അതിനകത്തും ഒക്കെയാണ് പ്രത്യേകിച്ചും. അത് തന്നെ വെയിൽ കൊണ്ട് കൊള്ളുകയും പിന്നെ ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്ന തരം ഷാലോ ആയിട്ടുള്ള കുളങ്ങൾ, മലിനമായിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പൊ അതിന് പുറമെ പിന്നെ ഇപ്പൊ ഈ ഇത്രയും ദിവസങ്ങളിൽ കൂടുതൽ ഇൻഫെക്ഷൻ വന്ന് ചിലർക്ക് കുളത്തിന്റെ എക്സ്പോഷർ ഇല്ല. അപ്പൊ നോക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ വാട്ടർ ടാങ്കുകളിലൊക്കെ കെട്ടിനിൽക്കുന്ന സിമെന്റ് സമ്പുകളിലോ അല്ലെങ്കിൽ ഓവർ ഹെഡ് ടാങ്കിലൊക്കെ കെട്ടിനിൽക്കുന്നത് ഇതേപോലെ ചൂടാകുന്ന വെള്ളമാണ്. അവിടെയും സിൽറ്റ് ഉണ്ട്. നമ്മൾ കുറെ കാലം ചിലപ്പോൾ കഴുകി കാണില്ല, ആരും അത് ചെയ്യാൻ പലപ്പോഴും മെനക്കെടാറില്ല. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ രീതിയും സോഴ്സും സ്റ്റിൽ ഇവോൾവിംഗ് ആണ്. അറിയാവുന്ന ഫാക്ട്സ് വെച്ച് നമ്മൾ എപ്പോഴും സൂക്ഷിപ്പിന്റെ ഒരു ആംഗിൾ ആദ്യമേ പറയുന്നത് ഈ നമ്മൾ ചില ആക്ടിവിറ്റീസ് ഒഴിവാക്കുന്നതാണ്. ഇന്നും ഞാൻ അത് തന്നെയാണ് ഊന്നി പറയുന്നത്. കാരണം പബ്ലിക് ഇപ്പോഴും ചില കാര്യങ്ങൾ അത് ഫുള്ളി ഫോളോ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഈ നീന്തരുത് എന്ന് പറയുന്നു. അപ്പോൾ നീന്തരുത് ഇങ്ങനത്തെ കുളങ്ങൾ, ഷാലോ ആയിട്ടുള്ള വെള്ളക്കെട്ടുകൾ, അതിലൊന്നും ചാടി നീന്തുക, പ്രത്യേകിച്ചും ചാടി നീന്തുമ്പോഴേക്കും മൂക്കിലൊക്കെ വെള്ളം അടിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ പലരും നമ്മൾ കാണുന്ന സീനാണ് ആൾക്കാർ തല കുറച്ചേരം മുക്കി പിന്നെ വെള്ളം വലിച്ചു കയറ്റി അത് വായിക്കൂടെ തുപ്പി. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിനകത്ത് പ്രവേശിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ മൂക്കിനകത്തൂടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയപ്പെടുന്ന ഇൻഫെക്ഷൻ രീതി. ഇനി ചിലർക്ക് ഇപ്പോൾ ഇതിനുമായിട്ട് കോണ്ടാക്ട് വരാത്ത ആൾക്കാർക്കും രോഗം വന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ വാട്ടർ ടാങ്കിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അവിടെയും ക്ലീനിങ്ങിന്റെ കാര്യമാണ്. അവിടെ ഇപ്പോൾ വാട്ടർ ടാങ്കിനകത്ത് ആരും ചാടുന്ന പ്രശ്നമില്ല, ഇറങ്ങുന്ന പ്രശ്നമില്ല. പക്ഷെ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ ക്ലീൻ ചെയ്യുന്ന കാര്യം, അപ്പൊ അതിനാണ് സൂപ്പർ ക്ലോറിനേഷൻ എന്നുള്ള ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ, അതിനെ തണുപ്പാക്കുന്ന പ്രക്രിയ. അത് ആരോഗ്യ പ്രവർത്തകർ, ലോക്കൽ ഫീൽഡ് തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ബേസ് ചെയ്ത ആരോഗ്യ പ്രവർത്തകരുടെ ഒക്കെ ഗൈഡൻസും സഹായത്തോടു കൂടി അത് നമ്മൾ ചെയ്തുറപ്പിക്കുക. പിന്നെ വെള്ളം എടുത്ത് അറിഞ്ഞുകൊണ്ട് ചില പ്രക്രിയകൾ ഇപ്പോൾ മൂക്കിൽ കൂടെ വലിച്ച് അത് മൂക്ക് ശുദ്ധിയാക്കാനോ സൈനസിന്റെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ പറഞ്ഞ് ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രക്രിയകൾ നമ്മൾ കുറച്ച് നോക്കുക. ഇറ്റ് ഇസ് ഓൾസോ പോസിബിൾ ദാറ്റ് നമ്മളിപ്പോൾ ഇത് കുറെ പേരൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ഇൻഫെക്ഷൻസ് വരാത്തത്. എങ്ങനെയാണെങ്കിലും ഇത് ഇവോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂ എന്ന് പറയുന്ന നേരത്ത് നമ്മൾ അതിന് ഇവല്യൂഷൻ പീരിയഡ് ഉണ്ട്. അതിന്റെ അറിവ് റിലേറ്റീവ്ലി പൂർണ്ണമാകുന്നത് വരെ ഇവോൾവിംഗ് പീരിയഡ് ആണ്. അത് ഇവോൾവ് ചെയ്യുന്ന ഓരോ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുന്ന മാർഗനിർദ്ദേശങ്ങളും ഗൈഡൻസും എല്ലാം കുറച്ച് മാറാനുള്ള ഇടയുണ്ട്. അപ്പൊ ഇന്നത്തെ ഗൈഡൻസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ ഇനിയൊരു കുറച്ച് മുമ്പോട്ടുള്ള ടൈമിൽ പറയുന്നത്. അതെല്ലാം ശാസ്ത്രീയമായ അറിവുകളെ ബേസ് ചെയ്തായിരിക്കും പറയുക. അതുകൊണ്ട് പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ള, ജനങ്ങളോട് പറയുന്നത്, ഇത് നമ്മൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് വരുന്ന അറിയിപ്പുകളെ എല്ലാം വളരെ ഗൗരവത്തോടുകൂടി കേൾക്കുകയും ഉൾക്കൊണ്ട് അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറി അതിനനുസരിച്ചുള്ള പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഒരാളുടെ അഭിപ്രായമല്ല, വിദഗ്ധമായിട്ടുള്ള എത്രയോ എക്സ്പേർട്സ് ഒന്നിച്ചിരുന്ന് തലപുകഞ്ഞ് ആലോചിച്ചും റിസർച്ച് ചെയ്തും വരുന്ന ഒപ്പീനിയൻസും കണ്ടെത്തലുകളാണ്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന ഓരോ വാക്കും വളരെ വിലപ്പെട്ട വാക്കുകളാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനും സംരക്ഷിക്കാൻ അത് വളരെ സഹായകരമായിരിക്കും. അപ്പോഴും ആശ്വാസകരമായ ഒരു കാര്യം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പകരില്ല എന്നുള്ളത് തന്നെയല്ലേ? അതെ, അത് തീർച്ചയായിട്ടും. കാരണം ഒരാളുടെ അടുത്ത് ഇങ്ങനെ തുമ്മിയോ ചീറ്റിയോ അല്ല മറ്റു രോഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ റെസ്പിറേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു തുമ്മലോ ഒരു ചുമയോ മതി അടുത്തേക്ക് പോകാൻ. ഇത് അങ്ങനെ ഇതുവരെ പോകുന്നതായിട്ട് അങ്ങനെ ഇല്ല. അങ്ങനെ പോകാനുള്ള സാധ്യത തന്നെ തീരെ ഇല്ല. അങ്ങനെ പോകുന്നുമില്ല നമുക്ക് ഏതാണ്ട് 100% നമുക്ക് പറയാനും പറ്റും. അതുകൊണ്ട് ഹ്യൂമൻ സ്പ്രെഡ് ഇല്ല. ഒരു രോഗിയെ പരിചരിച്ചുകൊണ്ടോ രോഗിയെ വീട്ടിൽ കണ്ടെത്തിയോണ്ടോ നമുക്കൊന്നും ചെയ്യാൻ സൂക്ഷിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ജലശുദ്ധീകരണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പറയുന്നത് അല്ലേ? അതെ, അതാണ് ഏറ്റവും പ്രധാനം. അറിയിപ്പുകൾ, അപ്ഡേറ്റഡ് അറിയിപ്പുകൾ നമ്മൾ പാലിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.